എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. മലയാള സിനിമയിൽ ഇപ്പോൾ പുതിയൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് പഴയ ചിത്രങ്ങൾ, അതായത് പഴയ ഹിറ്റ് ചിത്രങ്ങളുടെ റിലീസുകൾ. സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള പുരോഗതിയും ഇന്ന് പ്രേക്ഷകർക്ക് ലഭ്യമായ പുതിയ തിയേറ്റർ അനുഭവങ്ങളും പഴയ കാല സിനിമകൾ വീണ്ടും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ ഒരു കാരണമാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും തുടങ്ങിയ അതുപോലെയുള്ള മുൻനിര നായകരുടെ സിനിമകളാണ് റിലീസ് ചെയ്യുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ മുൻനിര നായകരുടെ സിനിമകളാണ് ഇപ്പോൾ റിലീസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ പഴയ കാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാൽ ചിത്രമായി സ്ഫടികം, അതുകൂടാതെ മോഹൻലാലിൻ്റെ ദേവദൂതൻ എല്ലാം റിലീസ് ചെയ്തപ്പോൾ മികച്ച കളക്ഷനുകൾ രൂപപ്പെട്ടെങ്കിലും മമ്മൂട്ടി ചിത്രമായ വല്യേട്ടൻ, ഇപ്പം അടുത്ത കാലത്ത് വന്ന വല്യേട്ടൻ, അതിനു മുമ്പ് വന്ന പാലേരി മാണിക്യത്തിനും എല്ലാതും ഒരു ദയനീയ പരാജയമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പം ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ മറ്റൊരു സിനിമയും കൂടി വന്നിട്ടുള്ളത്. MTയുടെയും മമ്മൂട്ടിയുടെയും ഹരിഹരൻ്റെയും ഒരു ചിത്രം, ഒരു വടക്കൻ വീരകഥ. അപ്പോൾ ഈ MTയുടെ തൂലികയിൽ പിറന്ന ഈ മികച്ച ക്ലാസിക് സിനിമ, മമ്മൂട്ടിയുടെ ക്ലാസിക് സിനിമ വീണ്ടും അണിയറയിൽ എത്തിയപ്പോൾ, റിലീസിന് വന്നപ്പോൾ ചിത്രം പ്രതീക്ഷിച്ച അത്ര ലാഭം നേടിയോ, അത് നമുക്ക് ഒന്ന് നോക്കി നോക്കാം, ലാഭം നേടിയോ ഇല്ലെന്ന്. അപ്പോൾ ഹരിഹരനും MTയും ഒരുക്കിയ ഒരു ക്ലാസിക്കൽ ചിത്രമാണ് ഒരു വടക്കൻ വീരകഥ. അത് 1993 ഈ സിനിമ റിലീസായത്. MTയുടെ തിരക്കഥയിൽ പിറന്ന ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമ ഒരു വേറിട്ട ഒരു സിനിമയാണ്. നമ്മൾ ഇത് കണ്ടു പഠിച്ച സിനിമയിലെ അപേക്ഷിച്ച്, കാരണം വടക്കൻ പാട്ടിലെ ചന്തുവിൻ്റെ കഥ, അത് ചന്തുവിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കാണുന്നതാണ് വടക്കൻ വീരകഥ എന്ന് പറയുന്ന ചിത്രം. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഥകളിലും MT വാസുദേവൻ നായർ എന്ന എഴുത്തുകാരൻ പൊളിച്ചെഴുതുക കൂടിയായിരുന്നു ഇതിലെ. ഈ ചിത്രത്തിൽ ചന്തുവായി വേഷമിട്ടത് മമ്മൂട്ടിയാണ്. എല്ലാവരും കേട്ടിട്ടുള്ളത് ഒരു ചതിയൻ ചന്തു എന്ന് പറയുന്ന ഒരു വായ്പാട്ടാണ്. അതിൽ അങ്ങനെയാണ് പറഞ്ഞു പരത്തുന്നത്. പക്ഷെ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചന്തു അല്ല ചതിച്ചതെന്നും അത് മറ്റൊരു ചതിയുടെ ബാക്കിയാണെന്നും ചിത്രത്തിൽ ക്ലൈമാക്സിൽ നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെയുള്ള ചന്തുവിന്റെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയും, മറ്റു സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയും, മലയാള സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ഒന്നായിരുന്നു വടക്കൻ വീരഗാഥയിലെ ചന്തു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. റിലീസിന്റെ നേട്ടം ഒരു വടക്കൻ വീരഗാഥ 2025 വീണ്ടും തിയേറ്ററിൽ എത്തിയപ്പോൾ അത് പുതിയൊരു ചരിത്രം തന്നെ സൃഷ്ടിച്ചു എന്ന് പറയും. ഇന്നത്തെ പല പ്രമുഖ താരങ്ങളും അന്ന് വടക്കൻ വീരഗാഥയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട്, അത് ഫെബ്രുവരി 8 റിലീസ് ചെയ്തിട്ടുള്ളത്. 2 ദിവസം കൊണ്ട് അത് ഏകദേശം 25 ലക്ഷം രൂപ ഗ്ലോസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് ഞായറാഴ്ചയാണ്. മമ്മൂട്ടിയുടെ ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ചിത്രങ്ങളെ അപേക്ഷിച്ച് വടക്കൻ വീരഗാഥയ്ക്ക് നല്ലൊരു കളക്ഷൻ റിപ്പോർട്ട് ഉണ്ട്. മമ്മൂട്ടിയുടെ മുന്നത്തെ ചിത്രങ്ങളൊക്കെ ഒരു വലിയ രീതിയിലുള്ള കളക്ഷൻ ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ കാലം ഒരു പരാജയമായിരുന്നു എന്ന് പറയുന്നതാണ് ആയിരിക്കും ശരി. നമുക്ക് നോക്കിയാൽ അറിയാം, പാലേരി മാണിക്യം നന്നായിട്ട് വിജയിച്ച സിനിമയാണ്. ആ സമയത്ത് ഇറങ്ങിയ ആ സമയത്ത് നല്ലൊരു ഇതിൽ ആളുകൾ കണ്ട സിനിമയാണ്. വല്യേട്ടനും നല്ല രീതിയിൽ എല്ലാ ഹൗസ്ഫുൾ ഷോ ആയിട്ട് മാറിയ സിനിമയായിരുന്നു. പക്ഷെ റിലീസിന് വന്നപ്പോൾ ഇത് രണ്ടും ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ വടക്കൻ വീരഗാഥ റിലീസ് വന്നപ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മലയാളത്തിൽ റിലീസ് ചെയ്യുന്ന 7ാമത്തെ സിനിമയായി ഇത് മാറി. മമ്മൂട്ടിയുടെ ചിത്രങ്ങൾക്കൊപ്പം എത്തിയ മോഹൻലാലിന്റെ സ്ഫടികം, മണിച്ചിത്രത്താഴ്, ദേവദൂതൻ എന്നിവയും ഇതിനു മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവയെല്ലാം ഒരു മികച്ച കളക്ഷൻ നേടി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ കൂടുതൽ കളക്ഷൻ നേടിയത് മോഹൻലാലിന്റെ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയാണ്.